പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമെന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാവിലെ കാലം പരിശുദ്ധാത്മാവ് വീണ്ടും മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്ന് ആ 29-ാമത്തെ വാക്യം എൻ്റെ പ്രിയപ്പെട്ടവരുമായി സംസാരിപ്പാൻ, നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തിൽ ഒരു ഉൾപ്രേരണ തരുന്നതിനാൽ ഇന്ന് രാവിലെ കാലത്തെ ധ്യാനചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. റെസ്റ്റ് ലഭിപ്പാൻ, സ്വസ്ഥത ലഭിപ്പാൻ യേശു കർത്താവ് 2 കീ തരുന്നു. അതിൽ ഒന്നാമത്തേതാണ് സറൻഡർ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ക്വയറ്റ് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നുകം ഏറ്റുകൊണ്ട്, ടു ടേക്ക് അപ്പ് മൈ യോക്ക്. അതിൻ്റെ അർത്ഥം എന്തുവാ? ടു സറണ്ടർ ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുക. ബിബ്ലിക്കൽ ടൈംസിലൊക്കെ അണ്ടർ എ യോക്ക്, ഒരു നുകത്തിൻ്റെ കീഴിലെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ, അതായത് സമ്മൺ ഓർ സംതിങ്ങിൻ്റെ കീഴായിരിക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു വാക്യം കാണിച്ചു തരട്ടെ. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നു, നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാനന്മാരെ സകലമാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ലെറ്റ് ഓൾ ഹു ആർ അണ്ടർ എ യോക്ക് ആസ് ബോണ്ട് സെർവൻസ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നീ ഒരാളുടെ യോക്ക് എടുക്കുകയാണെങ്കിൽ നീ ആക്ച്വലി നിന്നെ തന്നെ ആ വ്യക്തിക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുക, കീഴ്പ്പെടുത്തി കൊടുക്കുക. ഇതൊരു എക്സ്ചേഞ്ചാണ്. അങ്ങനെ അവൻ്റെ യോക്ക് എടുത്തുകൊണ്ട് നീ നിൻ്റെ ബേർഡൻ അങ്ങ് റിലീസ് ചെയ്യുക. അതായത് നീ ഒന്നിൽ കൂടുതലോ ഒബ്സ്ക്യൂറായിട്ടുള്ള വെയിറ്റ് എടുക്കുകയല്ല, നീ നിൻ്റെ ഇഷ്ടം, നിൻ്റെ താല്പര്യം, നിൻ്റെ ഡിസയർ, നിൻ്റെ അനുസരണം എല്ലാം അവന് കീഴ്പ്പെടുത്തി കൊടുക്കുക. അതായത് നിൻ്റെ പ്രോബ്ലംസും നിൻ്റെ കൺസേൺസും എല്ലാം അതിന് ഉത്തരവാദി എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം അത് ശരിയാക്കുമെന്നോർത്ത് നീ നിൻ്റെ ദൈവത്തെ ട്രസ്റ്റ് ചെയ്ത് സംഗതികൾ അവനെ ഏൽപ്പിക്കുക. അവനപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ കെയർ ചെയ്യും. നിൻ്റെ ഹൃദയത്തിന് വേണ്ടി, നിൻ്റെ ഹൃദയവേദന മനസ്സിലാക്കി അവൻ നിന്നെ കരുതും. ഹല്ലേലൂയ. അപ്പോൾ ഓർത്തുകൊള്ളണം, ജെന്യുവിൻ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിൻ്റെ സബ്മിഷനാണ്, നീ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്തിനാ സബ്മിഷൻ? സുവിശേഷം അനുസരിപ്പാൻ, ദൈവത്തിന് ഈൽഡ് ചെയ്ത് കൊടുക്കണം. ഈൽഡ് ടു ദ ലോർഡ്. എന്നിട്ട് ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിലെ നീ നിന്നോട് തന്നെ സത്യസന്ധമായൊരു ചോദ്യം ചോദിച്ചേ. നീ എന്തെങ്കിലും പിടിച്ചു വച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യാൻ കഴിയാത്തതായി, സറണ്ടർ ചെയ്യാൻ പറ്റാത്തതായിട്ട് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിൻ്റെ ഒരു ഹോബി ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, നീ അതങ്ങ് വിട്ടുകളയാൻ ദൈവം നിന്നോട് പറയുന്നുണ്ടോ? ഒരു പാപം നീ പിടിപെട്ടാലും നിന്നെ പിടിപെടാതെ പിന്തുടരുന്നൊരു പാപം നീ വിട്ടുകളയാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? അൺഫോർഗീവ്നെസ്, നിനക്ക് ചിലരോട് ക്ഷമിക്കാൻ പറ്റാത്തത്, അത് നിൻ്റെ ഉള്ളിലിരിക്കുന്നതൊന്ന് വിട്ടുകളയാൻ പറ്റുമോ? ഞാൻ വളരെ ഭയത്തോടെ ദൈവസന്നിധിയിൽ ആയിരുന്നു കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്.
ഒന്നും ടൈറ്റായിട്ട് പിടിച്ചു വെക്കരുതേ. ഈ ലോകമോഹങ്ങൾ, ഡിസയേഴ്സ് ഓഫ് ദിസ് വേൾഡ്. ചിലപ്പോൾ നീ സീരിയലിന്മേൽ നിൻ്റെ സമയം കളയുന്നതായിരിക്കാം. കാണണ്ടാത്ത കേൾക്കണ്ടാത്ത ചിലത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലാകാം. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വിട്ട് കളയേണ്ടത് എന്തെങ്കിലുമുണ്ടോ? Honestly reflect on what God is asking you to surrender to Him and how you can walk in obedience. എന്നിട്ട് അനുസരണത്തിൽ നടക്കുവാൻ്റെ ഗുണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഈ 29-ാമത്തെ വാക്യത്തിനകത്തെ രണ്ടാമത്തെ പാർട്ടാണ് ഹ്യൂമിലിറ്റി, താഴ്മ. ജെന്യുവിൻ റെസ്റ്റിന് താഴ്മ ആവശ്യമാണ്. ഇവിടെ പറയുന്നു, എന്നോട് പഠിപ്പി. എന്തുകൊണ്ടാണ്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. ലേൺ ഫ്രം മീ ഫോർ ഐ ആം ജെന്റിൽ ആൻഡ് ലോലി ഇൻ ഹാർട്ട്. യേശുവിന് പഠിക്കാൻ ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. പക്ഷെ നാം പഠിച്ചെടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ഏറ്റവും വൈറ്റലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഹ്യൂമിലിറ്റി. യേശു കർത്താവ് എന്തുവാ പറയുന്നത്? അവനിൽ നിന്ന് പഠിക്കാനാണ്. കാരണം അവൻ താഴ്മയുള്ളവനാണ്, അവൻ സൗമ്യതയുള്ളവനാണ്. പ്രൈഡ് ദൈവം ഏറ്റവും വെറുക്കുന്നൊരു കാര്യമാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് നോക്കിയാലും ന്യൂ ടെസ്റ്റ്മെൻറ്റ് നോക്കിയാലും അനേക സ്ഥലങ്ങളിൽ അഹങ്കാരത്തെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. അതായത് പ്രൈഡിനെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. ചില വാക്യങ്ങൾ മാത്രം എൻ്റെ പ്രിയപ്പെട്ട ശ്രദ്ധയിൽ ഞാൻ പെടുത്തട്ടെ. സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. പ്രോവേർബ്സ് ചാപ്റ്റർ 8:13. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ദമ്പം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. വളരെ ക്ലിയറായിട്ട് എഴുതിയിരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് വിവരിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. വേറൊരു വാക്യം, സദൃശവാക്യം 16:5. പ്രോവേർബ്സ് ചാപ്റ്റർ 16:5. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തീർച്ചയായിട്ടും ശിക്ഷ വരും. അവരെ അൺപണിഷ്ഡായിട്ട് ദൈവം ഒരിക്കലും വിടത്തില്ല. അടുത്തത് പ്രോവേർബ്സ് 26:12. തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഇനി നല്ല നമുക്ക് പ്രിറ്റി ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം, യേശു കർത്താവ് ദൈവം ഫാനല്ല, പ്രൈഡിൻ്റെ ഒരു ഫാനല്ല. ഹല്ലേലൂയ. അതിനെതിരായിട്ടാണ് യേശു കർത്താവ് തൻ്റെ ജീവിതം മോഡൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. സറണ്ടർ ചെയ്യുക, ഹ്യൂമിലിറ്റി ചെയ്യുക. ഹ്യൂമിലിറ്റി, ഇത് രണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും നാം ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട രണ്ട് ക്വാളിറ്റിയാണ്. സറണ്ടർ ചെയ്യുന്ന സ്വഭാവം, താഴ്മയുള്ള സ്വഭാവം. ഒരിക്കലും ആ പിതാവിൻ്റെ ഹിതത്തിൽ നിന്ന് ഒരണുവിട കർത്താവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയില്ല. ആ സെയിം ആറ്റിറ്റ്യൂഡ് നമുക്കും എല്ലാ ദിവസവും ഒന്ന് ഏറ്റെടുക്കാമേ. സബ്മിഷൻ ആൻഡ് ഹ്യൂമിലിറ്റി ബിഫോർ ദ ഫാദർ. പിതാവിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുക, ഹ്യൂമിലിറ്റി കാണിക്കുക. ഹല്ലേലൂയ. ഇച്ചിരൂടെ ആഴത്തിൽ പോയാൽ എന്തുവാ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ? ചില ആൾക്കാർ ഓർക്കും താഴ്മ കാണിച്ചാൽ അവരുടെ വില അങ്ങ് ഇടിഞ്ഞു പോകുമെന്ന്. അവർക്ക് വിഡ്രോ ചെയ്ത് അവരുടെ ഗിഫ്റ്റുകളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കണമെന്നൊക്കെ തോന്നും. അങ്ങനെ അങ്ങ് താഴ്മ അഭിനയിക്കും. അത് ഹ്യൂമിലിറ്റി അല്ല കേട്ടോ. അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് തന്നെ നീ കുറച്ച് കാണുന്നതല്ല ഹ്യൂമിലിറ്റി. ഇറ്റ്സ് തിങ്കിങ് ഓഫ് യുവർ സെൽഫ് ലെസ് എന്നാണ് റിക് വാറൻ പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നീ നിന്നെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, നീ ദൈവീയ കാര്യങ്ങളെ ചിന്തിക്കുക. നിന്നെക്കുറിച്ചുള്ള ചിന്ത വിട്ടുകള. മീ തോട്ട്സ്, എൻ്റെ കാര്യം ഞാൻ, അത് നീ വിട്ടുകള. അതുകൊണ്ട് ദൈവീയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്ക്.
അങ്ങനെ ആ മീ തോട്ട്സ് വിട്ടുകളഞ്ഞ് ടേൺ ദോസ് തോട്ട്സ് അറൗണ്ട് ആൻഡ് പ്രാക്ടീസ് ഹ്യൂമിലിറ്റി. ലെസ് ഫോക്കസ് ഓൺ യുവർ സെൽഫ് ലീഡ്സ് ടു ഗ്രേറ്റർ റെസ്റ്റ്. നീ നിന്നെ തന്നെ അധികം ശ്രദ്ധിക്കാതെ, നിന്നെ തന്നെ അധികം നോക്കാതെ മുന്നോട്ട് പോയാൽ അത് നിനക്ക് വലിയ റെസ്റ്റ് തരും. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, തിരുമുഖത്തേക്ക് നോക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ വരും. അത് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ആ കാലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാക്കി നീ തീർക്കണം. ക്രിസ്ത്യ ജീവിതം സന്തോഷ ജീവിതം, സൗഭാഗ്യ ജീവിതമെന്ന് പാടുവാനും അങ്ങനെ ജീവിപ്പാനും നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.